രഹസ്യങ്ങളുടെ പിന്നാമ്പുറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ഈ പ്രപഞ്ചത്തിൽ നാം അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളും സത്യങ്ങളും അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റും അരങ്ങേറുന്നത്. ഇതിനൊന്നും പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങളുമില്ല. അത്തരത്തിൽ മാനുഷിക ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ഒരു അത്ഭുതത്തിൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സംഭവത്തിൻ്റെ രത്നചുരുക്കം ഇങ്ങനെയാണ്. ഗുണ്ടാ സംഘങ്ങളുടെ കൊലക്കത്തിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 2 പേർ. ഇവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് മറ്റാരുമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്നവർ. ഒരാളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് സ്വന്തം ഭാര്യയാണെങ്കിൽ മറ്റൊരാളെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചത് ആത്മാർത്ഥ സുഹൃത്താണ്. ഇവരെ കൊലപ്പെടുത്താൻ സംഘം കൊട്ടേഷൻ നൽകി. കൊട്ടേഷൻ സംഘം കാര്യം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തു. പിന്നീടാണ് യഥാർത്ഥ അത്ഭുതം അവിടെ അരങ്ങേറുന്നത്. ഗുണ്ടാ സംഘങ്ങളുടെ കൊലക്കത്തിൽ നിന്നും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ആരാണോ എങ്ങനെയാണോ രക്ഷപ്പെടുത്തിയൊന്നും ഇതിന് ഉത്തരമില്ല. കാണാം ആ അത്ഭുത കാഴ്ചകൾ. ഒപ്പം ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയുന്ന ഒരുപാട് രഹസ്യങ്ങളും. മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട 2 ജീവനുകളെ തേടിയാണ് ഇന്ന് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. ആയുസ്സിന്റെ ബലത്താൽ രക്ഷപ്പെട്ടു എന്നൊക്കെ നാം പറയാറില്ലേ, അതാണ് ഇവിടെയും സംഭവിച്ചത്. എങ്ങനെയൊക്കെയോ ഇവർ രക്ഷപ്പെട്ടു. മരണം കൺമുന്നിൽ കണ്ടവരാണിവർ. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിധി എഴുതിയവർ. കൊലക്കത്തിയുടെ മൂർച്ചയിൽ നിന്നും അവരെ ആരോ രക്ഷപ്പെടുത്തി. ഏതോ ഒരു അത്ഭുത ശക്തി. യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഈ ജനത്തിരക്കിൽ, ഈ തിരക്കിനിടയിൽ അവർ ഉണ്ട്. ആൾക്കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കാനാണ് ഇവർക്കിഷ്ടം. ഒറ്റയ്ക്ക് സഞ്ചരിക്കുവാൻ ഇവർ ഭയപ്പെടുന്നു. പറഞ്ഞാൽ തീരാത്ത ദുരന്തമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അത് നേരിട്ട് കണ്ടറിയുക തന്നെ വേണം. ആൾക്കൂട്ടത്തിൽ നിന്നും അവർ ഞങ്ങൾക്കരികിലേക്ക് വന്നു. 2 പേരും മധ്യവയസ്കർ. ഇവർ മരണത്തെ മുഖാമുഖം കണ്ടവരാണ്. കൊലയാളികളുടെ ആർപ്പുവിളികൾ ഇവരുടെ ചെവികളിൽ ഇരമ്പിയതാണ്. പക്ഷെ എന്തോ അവിടെ സംഭവിച്ചു. ഒരത്ഭുതം അവിടെ നടന്നു. ഏതോ ഒരു ശക്തി ഇറങ്ങി വന്ന് ഇവരെ രക്ഷിച്ചു. വാക്കുകൾക്ക് അതീതമായ ഒരു ശക്തി. സുരേഷ് ബാബു എന്നൊരാളെ ടിയാൻ്റെ ആദ്യ ഭാര്യയും മരുമകനും ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അതാണ് കേസ്. ശ്രമം വിജയിച്ചില്ല. അപ്പോൾ അന്വേഷണം കൊടുത്തപ്പോൾ കരാട്ടെ ഗോപൻ, പോരയിടത്തുള്ളൊരു കണ്ണൻ, പിന്നെ രഞ്ജിത്ത്, ഇവരെ കൂടിയാണ് ആസൂത്രണം ചെയ്ത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. മയക്കുമരുന്ന് കൊടുത്ത് മണൽ കരാറുകാരൻ്റെ വെട്ട് റോഡിന് സമീപം റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ചിട്ട് ദേഹോപദ്രവിപ്പിച്ച് അയാളുടെ കയ്യിലുണ്ടായിരുന്ന 24,000 രൂപയിൽ മൊബൈൽ ഫോൺ, അതുപോലെ ചില റെക്കോർഡുകൾ അടങ്ങിയ ഫയലും പിടിച്ച് പിടിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്വേഷണം നടത്തിയതിൽ കൊല്ലം ജിയോളജിസ്റ്റായിരുന്ന ശ്രീജിത്ത് എന്നയാളാണ് ഇതിന് പിന്നിലെന്ന് വിവരം ലഭിച്ചു. ഡ്രൈവർ മുരുകനും സുഹൃത്തിനും അപ്രതീക്ഷിതമായ ഒരു കൊട്ടേഷൻ കിട്ടി. ഒരുത്തന്റെ തലയറത്തു മാറ്റുക, മുഖം പോലും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ മൃതദേഹം നശിപ്പിക്കുക. പ്രതിഫലമായ 2 ലക്ഷം രൂപ അഡ്വാൻസ്. ബാക്കി കൃത്യം നിർവഹിച്ചതിന് ശേഷം. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള ഒരേ ഒരു മാർഗം. സുഹൃത്തുക്കൾ ദൗത്യം ഏറ്റെടുത്തു. കൊട്ടേഷൻ നൽകിയത് ശ്രീജിത്തായിരുന്നു. ജിയോളജിസ്റ്റായി ജോലി നോക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. ടിപ്പർ ജോണിയോട് അത്രയ്ക്ക് പകയായിരുന്നു അയാൾക്ക്. തീർത്താൽ തീരാത്ത ഒരു വൈരാഗ്യം. ശ്രീജിത്തിന്
സലീം കുമാറിനോട് വ്യക്തിപരമായിട്ട് വിരോധമുണ്ടായിരുന്നു. ശ്രീജിത്ത് സ്ഥലം മാറിയ ശേഷം സലീം കുമാർ പുതിയ ജിയോളജിസ്റ്റാണെന്ന് കരുതി ജിയോളജിസ്റ്റിൻ്റെ ഒഫീഷ്യൽ നമ്പറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശ്രീജിത്തിനെ തന്നെ ഫോണിൽ വിളിച്ച് ശ്രീജിത്തിനെതിരെ ശ്രീജിത്തിൻ്റെ കുറ്റങ്ങളും അതുപോലെ തന്നെ കുറവുകളും മറ്റും പറഞ്ഞ് കുറേ നേരം സംസാരിക്കുകയുണ്ടായിരുന്നു. പുതിയ ജിയോളജിസ്റ്റാണ് ഫോണിൻ്റെ അങ്ങേ തലക്കൽ എന്ന് കരുതിയെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ സലീം കുമാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കരാട്ടെ ബാബുവും സംഘവും ഒരുങ്ങിക്കഴിഞ്ഞു. കൊലപാതകത്തിനുള്ള അവസാനവട്ട ചർച്ചയാണ് പിന്നീട് നടന്നത്. ഒരു തുമ്പ് പോലും അവശേഷിക്കാതെയുള്ള കൃത്യം. അഡ്വാൻസായി കിട്ടിയ 2 ലക്ഷം രൂപ സംഘങ്ങൾ വീതിച്ചെടുത്തു. പട്ടാപ്പകലാണ് കൃത്യം നിർവഹിക്കേണ്ടത്, അതും ഇരയുടെ വീട്ടിൽ വച്ച് തന്നെ. സുരേഷ് ബാബു എന്ന 64-കാരനാണ് അവരുടെ ഇന്നത്തെ ഇര. കൊല്ലാൻ തന്നെയാണ് കൊട്ടേഷൻ നൽകിയിരിക്കുന്നത്. കൊട്ടേഷൻ നൽകിയിരിക്കുന്നതോ സ്വന്തം ഭാര്യ. ഭാര്യയുടെ ജീവിതത്തിൽ കരടായി മാറിയിരിക്കുന്ന ഭർത്താവിനെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ കൊല്ലുക. തുടർന്ന് ഭർത്താവിന്റെ പേരിലുള്ള കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുക. ഇതാണ് കൊലയ്ക്ക് പ്രേരണ. ഗുണ്ടാസംഘം തന്നെ ഭാര്യയുടെ വിവരണം കേട്ട് ഞെട്ടിപ്പോയി. ഒരു വേലക്കാരിയുടെ കൂടെയാണ് ഇപ്പോൾ പുള്ളി താമസിക്കുന്നത്. അപ്പോൾ സ്വത്തുക്കളാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അയാൾ ഗൾഫിലായിരുന്നു. കാക്കാക്കുന്നതും തിരുവനന്തപുരത്തും പുള്ളിക്ക് വീടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന റബ്ബറും തോട്ടമുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വന്ന് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമായിരുന്നു. ടിപ്പർ ജോണിയെയും കോടീശ്വരനായ സുരേഷ് ബാബുവിനെയും കൊലപ്പെടുത്തുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. പരസ്പരം അറിയാത്ത 2 താവളത്തിൽ, അതും 2 കൊട്ടേഷൻ സംഘങ്ങൾ. പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെ, കൊലപാതകം. അന്ന് ആ ദിവസമായിരുന്നു ലക്ഷ്യം നിറവേറ്റുവാനുള്ള അവസാന ദിവസം. കൊട്ടേഷൻ സംഘം 2 വഴിക്ക് പിരിഞ്ഞു. അവരുടെ മനസ്സിൽ 2 മുഖങ്ങളായിരുന്നു, ടിപ്പർ ജോണിയും കോടീശ്വരനായ സുരേഷ് ബാബുവും. നഗരത്തിലെ കുപ്രസിദ്ധരായ ഗുണ്ടകൾക്ക് പ്രതികൾ കൊട്ടേഷൻ നൽകുമ്പോൾ അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ടായിരുന്നു. പണത്തിനു വേണ്ടിയുള്ള അമിതമായ ദാഹമാണ് പ്രതികളെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇനി കാണാൻ പോകുന്നത് തിരക്കഥകൾ ഒന്നുമില്ലാത്ത ചില കാഴ്ചകളാണ്. കാണാം ആ കാഴ്ചകൾ. ടിപ്പർ ജോണി എന്ന പേര് വരാൻ തന്നെ കാരണം ടിപ്പർ ലോറികൾ അയാൾക്ക് അത്രയ്ക്കുണ്ടായിരുന്നു. പാറ, മണൽ തുടങ്ങിയവ കയറ്റി ഇറക്കാനാണ് വണ്ടികൾ രാപകലില്ലാതെ ഓടിക്കൊണ്ടിരുന്നത്. ഒരു മരണ ഓട്ടം തന്നെ. എല്ലാം ശ്രീജിത്തിന്റെ കടാക്ഷമാണെന്ന് ജോണി ഇടയ്ക്കിടെ പറയും. ജിയോളജിസ്റ്റായി ജോലി നോക്കുന്ന ശ്രീജിത്തും ടിപ്പർ ജോണിയും തമ്മിലുള്ള അവിഹിത ബന്ധം പണക്കൊഴുപ്പിൽ മുങ്ങിക്കഴിഞ്ഞു. ജിയോളജിസ്റ്റ് എന്ന തസ്തിക ഉപയോഗിച്ചുകൊണ്ട് ശ്രീജിത്ത് ടിപ്പർ ജോണിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകി. പ്രത്യുപകാരമായി ടിപ്പർ ജോണി ലക്ഷങ്ങൾ ജിയോളജിസ്റ്റിന്റെ അക്കൗണ്ടിലേക്ക് ഒഴുക്കി. ആ സുഹൃത്ത് ബന്ധം പണത്തിന്റെ കരുത്തിൽ മുന്നേറി. കൊല്ലം ജില്ലാ ജിയോളജിസ്റ്റ് ആയിരുന്ന ശ്രീജിത്ത് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടും ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ അടുത്ത് മണ്ണെടുക്കുന്നൊരു വിഷയം സംബന്ധിച്ച് ഞാനുമായി 4-5 മാസമായി സൗന്ദര്യപ്പിണക്കത്തിലായിരുന്നു. എന്താണ് കാര്യം? ആ മണ്ണെടുപ്പ് സംബന്ധിച്ച് പാസ് കൊടുക്കുകയും ഞാനത് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പാസ് തിരിച്ചു മേടിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് മുതൽ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പാസ് തരാതിരിക്കും ജീവിത ബുദ്ധിമുട്ട് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഹനങ്ങളെല്ലാം വിൽക്കേണ്ട ഒരു അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുള്ളതാണ്.
സുരേഷ് നാട്ടിൽ തിരിച്ചെത്തി. വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. അങ്ങനെ കോടികൾ സമ്പാദിച്ചു. ഇനി സ്വസ്ഥമായി ഭാര്യയോടും മകളോടുമൊപ്പം കഴിയണം. അതായിരുന്നു ആ ഗൾഫുകാരന്റെ ഒടുവിലത്തെ ആഗ്രഹം. പക്ഷെ അയാളെ കാത്തിരുന്നത് മറ്റൊരു ദുരന്ത വാർത്തയായിരുന്നു. ഭാര്യ മറ്റാരോടോ ഒപ്പം ഒളിച്ചോടിപ്പോയി. ഏറ്റവുള്ള കാര്യം ഈ കുട്ടിയെ കെട്ടിയിരിക്കുന്നവനെന്ന് പറയുന്ന പയ്യൻ്റെ കൂടെയാണ് അവൾ 2000 പോയത്. കുട്ടിയെ കിട്ടിയെന്ന് ഏത് കുട്ടിയെ? എൻ്റെ മകളെ കിട്ടിയത്. ആ പോയി എവിടെ പോയി? ഞാൻ വന്ന് ഗൾഫിലായിരുന്നു. വന്ന സമയത്ത് അവൾ വീട്ടിലില്ല. തിരക്കിയപ്പോൾ ഈ പറയുന്നവൻ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ്, മകളെ. ഞാൻ അവിടെ വരുന്ന സമയത്ത് അവളില്ല. അവസാനം തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവളിന് വരില്ല, ഇന്നയാളുടെ പോയെന്നറിയുന്നു. അവൻ്റെ അവിടെ തന്നെയാണ് ഈ കുട്ടിയെ കെട്ടി അയച്ചത്. അത് തന്നെയാണ് മെയിൻ റീസൺ. സുരേഷ് ആദ്യ ബന്ധം അവസാനിപ്പിച്ചു. മറ്റൊരു സ്ത്രീയുമായി ജീവിക്കാൻ തുടങ്ങി. നിയമപരമായി വിവാഹം കഴിക്കാതെ ആ ബന്ധത്തിൽ ഒരു കുട്ടിയും ജനിച്ചു. ഇനി സുരേഷ് ബാബുവിന്റെ കോടിക്കണക്കിന് വരുന്ന സ്വത്തുക്കളുടെ ഏക അവകാശി. ആദ്യ ഭാര്യയിലെ പകയും വൈരാഗ്യവും പതഞ്ഞു പൊങ്ങുന്ന കാഴ്ചയായിരുന്നു പിന്നീട്. സുരേഷ് ബാബു എന്ന കോടീശ്വരന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള പദ്ധതികൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ എന്നെ കൊണ്ട് തട്ടിക്കൊണ്ട് പോയി ഇത് കൈക്കലാക്കാൻ പറ്റിയാൽ അത്രയും പൈസ അവിടെ കിട്ടില്ലേ? ഇത് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിക്കളഞ്ഞാൽ പോരെ? ഇതിൻ്റെ മെയിൻ കാരണം, ഇതിൻ്റെ ഏറ്റവും വലിയ സത്തെന്ന് പറയുന്നത്, ഇപ്പം ഈ ഡൈവേഴ്സ് ഇതുവരെ ഡൈവേഴ്സ് ആയിട്ടില്ല. ഈ ഡൈവേഴ്സ് ഇപ്പോൾ ഡെസർഷൻ ബേസിൽ ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ഈ ലീവ് കഴിഞ്ഞാൽ അത് ശരിയാവും. ഇപ്പോൾ 17 വർഷമായി ഞാനും അവളും കൂടെ പിരിഞ്ഞിട്ട്. അപ്പോൾ 12 വർഷം കഴിഞ്ഞാൽ കൊടുക്കാമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് പിന്നെ വേറെ ഗ്രൗണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊരു തെറ്റലായിരുന്നു. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തെറ്റി. വളരെ നാളുകളായുള്ള സുഹൃത്ത് ബന്ധത്തിന് അവിടെ വിള്ളൽ വീണു. ഏതോ ഒരു സ്ഥലത്ത് മണ്ണെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇവർക്കിടയിൽ രൂക്ഷമായത്. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ അടുത്ത് ഒരു പാസ് കൊടുക്കുകയും അത് എടുക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയുകയും അത് പത്രത്തിലും തഹസിൽദാർ വന്ന് പാസ് തിരിച്ചു മേടിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭം അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വ്യക്തിപരം. ശ്രീജിത്ത് തന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ ഓട്ടോ മുരുകനും സംഘത്തിനും കൊട്ടേഷൻ നൽകി. വ്യക്തമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയുള്ള ക്രൂരകൃത്യം. തന്റെ കൂട്ടുകച്ചവടക്കാരനായിരുന്ന ടിപ്പർ ജോണിയെ തട്ടിക്കളയുക. കൊട്ടേഷൻ സംഘത്തിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം ജിയോളജിസ്റ്റ് മുങ്ങി. സലീംകുമാർ 27-ാം തീയതി വൈകുന്നേരം 7 മണിയോടെ കഴക്കൂട്ടത്ത് വന്നു. അൽസാദിന് മുമ്പ് വന്നപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി സലീംകുമാറിന് മാത്രം ഈ വീടിനടുത്തേക്ക്, വീട് പെട്രോളിന് സമയമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ, അതിൽ സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഓട്ടോറിക്ഷ സ്ഥലത്ത് വന്നു. ഓട്ടോറിക്ഷയിൽ കയറി പെട്രോള് റെയിൽവേ ഗേറ്റിനടുത്ത് നിർത്തി. ഇറങ്ങിയപ്പോൾ 3-4 പേര് ചേർന്നിട്ട് ആക്രമിക്കുകയായിരുന്നു ഉണ്ടായത്. ആക്രമിച്ച് കയ്യിലുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോൺ, പൈസയും ഫയലും പിടിച്ചു കളിച്ചു. വിഷം കൊടുത്ത ശേഷം സുരേഷിനെ കൊണ്ട് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങാനാണ് ഭാര്യ സംഘത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വസ്തുക്കൾ എഴുതി വാങ്ങിച്ചതിന് ശേഷം കൊന്നുകളയുക, അതാണ് വ്യവസ്ഥ. കരാട്ടെ ബാവുവും സംഘവും കടയ്ക്കലിൽ എത്തി കൃത്യനിർവഹണത്തിനായി. സുരേഷിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഇരകളായ 2 പേരെയും കൊലപ്പെടുത്താനുള്ള പ്രതികളുടെ ശ്രമങ്ങൾ പാളിപ്പോയി. പക്ഷേ സംഭവത്തിലെ യഥാർത്ഥ ആസൂത്രകരെ കണ്ടെത്താൻ
പോലീസിന് പോലും പിന്നീട് കഴിഞ്ഞില്ല. ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭാര്യയെയും സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെയും പോലീസ് പിടികൂടിയത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന വിധത്തിലായിരുന്നു. കാണാം ആ കാഴ്ചകൾ. പോലീസ് തലങ്ങും വിലങ്ങും പാഞ്ഞു. ഒരു തുമ്പും തെളിവുമില്ലാത്ത 2 കേസുകൾ. ടിപ്പർ ജോണിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ ആര്, എന്തിന്? ഒരു തുമ്പുമില്ല. ജോണിന് ഒരാളുടെ പേര് പോലും പറയാൻ കഴിയുന്നുമില്ല. അത്രയ്ക്കായിരുന്നു ജിയോളജിസ്റ്റ് ശ്രീജിത്തിന്റെ ആസൂത്രണ പാഠം. വിവിധ സ്ഥലങ്ങളിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെ, വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോൺ കോളിൻ്റെ എന്നല്ല, ശാസ്ത്രീയമായ പല വിധത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആരൊക്കെയോ ബലമായി പിടിച്ച് വായിലെന്തോ ഒഴിക്കുന്നത് മാത്രം സുരേഷിന് ഓർമ്മയുണ്ട്. 4-5 പേർ മുറിയിലേക്ക് ഇരച്ചു കയറി വരുന്നത് മാത്രം കണ്ടു. പിന്നെ നടന്നതൊന്നും ഓർമ്മയിലില്ല. കൊലക്കത്തി ശരീരത്തിലേക്ക് ആഞ്ഞു കയറുന്നതിന് മുമ്പേ എന്തോ അവിടെ സംഭവിച്ചു. ഏതോ ഒരു അജ്ഞാത ശക്തിയുടെ പ്രത്യാക്രമണം. ഞാൻ വീട്ടിലെത്തി, വീട് തുറന്ന് അകത്ത് കയറി. അപ്പോൾ ഒരു കാളിംഗ് ബെല്ല് കേട്ടു. കഥ തുറന്നപ്പോൾ 2 പേര് നിൽക്കുന്നു. കാര്യം ചോദിച്ചാൽ പറഞ്ഞ് എൻ്റെ കുറച്ച് സ്ഥലം ഈ വലിയ വയലെന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ആ സ്ഥലം കൊടുക്കുന്നു, അത് നമ്മളുള്ള ഒരു പാർട്ടിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല, വളരെ സൗമ്യത്തിൽ കൊടുക്കുന്നില്ല ബ്രദറെ, വേണമെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അറിയിക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അകത്ത് കയറി. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇവൻ ഈ കത്തി എൻ്റെ കഴുത്തി അകത്ത് കയറി ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നെ പുണ്ടടക്കം അങ്ങ് പിടിച്ചു. കൊട്ടേഷൻ സംഘങ്ങളെ പോലീസ് പിടികൂടി. ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് ടിപ്പർ ജോണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘത്തെ പോലീസ് പിടികൂടിയത്. പോലീസിന് പോലും വഴിതെറ്റിക്കുന്ന തന്ത്രങ്ങളാണ് ശ്രീജിത്ത് പയറ്റിയിരുന്നത്. ട്രാൻസ്ഫർ മാറിയത് ഞാനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ കക്ഷി കഴക്കൂട്ടത്ത് പുതിയ ജിയോളജിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ വേറെ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച് കഴക്കൂട്ടത്ത് വരികയും അൽസാജ് ഹോട്ടലിന് മുമ്പിൽ വന്നപ്പോൾ ഒറ്റയ്ക്ക് പേപ്പർ ഭാഗമായിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ ആട്ടോയിൽ എന്നെ വെട്രോഡിൽ വരുത്തുകയും ആളൊഴിഞ്ഞ പുരയിടത്തിൽ കയറ്റി 4-5 പേർ മുഖംമൂടിയുടെയും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. തനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് തന്റെ ഭാര്യയാണെന്ന സുരേഷിന്റെ മൊഴിയാണ് കേസിന് തുമ്പായി മാറിയത്. സ്വന്തം ഭർത്താവിനെ കൊന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഒരു ഭാര്യ നടത്തിയ ഗൂഢതന്ത്രം അവിടെ പൊളിഞ്ഞു. എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ ഗുണ്ടകളെ പിടിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു അവളാണ് ചെയ്യിച്ചതെന്നും 50,000 രൂപ അഡ്വാൻസ് കൊടുത്തതെന്നും പിന്നെ 5 ലക്ഷം രൂപ അവരെ ഈ പരിപാടി പൂർണ്ണമാകുമ്പോൾ കൊടുക്കാമെന്നും പിന്നെ എൻ്റെ പേരിലുള്ള വസ്തുക്കൾ കൈവശമാക്കിയിട്ട് വിൽക്കുന്ന സമയത്ത് 2.5% കമ്മീഷൻ കൊടുക്കാമെന്നും ഒക്കെ അവരുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പിടിച്ചവർ പറയും. മരണത്തെ മുഖാമുഖം കണ്ട 2 പേർ. തലനാരിഴയ്ക്ക് ഇവർ മരണത്തിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടു. കൊല്ലാൻ വന്നവരാണെങ്കിൽ പ്രൊഫഷണൽ കൊലയാളികളും. പിന്നെ എങ്ങനെ ഇവർ രക്ഷപ്പെട്ടു?
ഉത്തരമില്ലാത്ത ഒരേ ഒരു ചോദ്യം. അന്നാദ്യമായി ഇവർ ആ അദൃശ്യ ശക്തിയുടെ ശക്തി തിരിച്ചറിഞ്ഞു. നാം അറിയാത്ത എന്തോ ചിലത് നമുക്ക് ചുറ്റും നടക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം മാത്രം ഇവർ തുറന്നു പറഞ്ഞു. അല്ലെങ്കിൽ മരണത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ചതാര്? ഉത്തരം കിട്ടാത്ത ആ ചോദ്യം ഇവർക്കുള്ളിൽ ഇപ്പോഴും മന്ത്രിക്കുന്നു. കാലാഹിന പരിഗ്രസ്തമാൻ ദുർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ എന്ന കവിവചനം ഇവിടെ ഉദ്ധരിക്കുകയാണ്. പണത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന എത്രയോ സംഭവങ്ങൾ. ഇത്തരം സംഭവങ്ങൾ നാം അറിയുന്ന പരസ്യമായ രഹസ്യങ്ങളിൽ ഒന്നു മാത്രം. എത്രയോ രഹസ്യങ്ങൾ നാം അറിയാതെ ചുറ്റും അരങ്ങേറുന്നു. അത്തരം രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ് സീക്രട്ട് ഫയലിൻ്റെ ലക്ഷ്യം. മറ്റൊരു രഹസ്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിൽ, മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ.